നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നാനാവിനെയാണ് ഞങ്ങൾ ദേശത്തെ പരിചയപ്പെടുത്തുന്നത്. ആ നാനാവിനെ അടുക്കൽ വന്ന് നിന്നെ തള്ളിക്കളയത്തില്ല. നിന്റെ സൗന്ദര്യം നോക്കുന്നില്ല, നിന്റെ വിദ്യാഭ്യാസം നോക്കുന്നില്ല, നിന്റെ കുടുംബമഹിമ നോക്കുന്നില്ല. അവൻ ഇന്നും നിന്നെ രക്ഷിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടായി സന്ദേശം ഇവിടെ മുഴങ്ങാനിടയാകുന്നത്. പൗലോസ് പറയുന്നത് കേട്ടോ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് തിരുവഴുത്തും പ്രകാരം. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പറയുന്ന വാക്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയണമെങ്കിൽ സമയം ഒരുപാട് എടുക്കും. നമുക്ക് സമയം പരിമിതിയാണ്. ഇപ്പോൾ തന്നെ സമയം 6 മണിയായി. 10-15 മിനിറ്റ് കൂടി സന്ദേശം കൊടുക്കാൻ ഞാൻ തത്രപ്പെടുകയാണ്. വായിച്ചു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ. കണ്ടോ, ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഇത് കെട്ടുകഥ അല്ലെന്ന്, ഇത് ഊഹാമുഖമല്ലെന്ന് കർത്താവ് തന്നെ ശുശ്രൂഷ പറഞ്ഞെന്ന്. ഞാൻ മാനവകുലത്തിന് പരിഹാര ബലിയായി തീരുമെന്ന് തള്ളപ്പെട്ട യോഹന്നാൻ എടുക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെന്ന് യഹൂദ കോടതിയിൽ നിന്നുകൊണ്ട് ചങ്കും നെറ്റിയും കൊണ്ട് പത്രോസ് പറയുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങൾ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങളെ അനുസരിക്കത്തില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ അനുസരിക്കാം. അവൻ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കാനിടയാകോ, അവൻ രോഗികൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയാകോ. അവൻ അയക്കുന്നെടുക്കല്ല, അവന്റെ സാക്ഷ്യമായിട്ട് ഞങ്ങൾ കടന്നു പോകാനിടയാകോ. ഞങ്ങൾ മനുഷ്യരല്ലാതെ അവനെ അനുസരിക്കുന്നത് ദൈവത്തെയാണ്. പൗലോസ് പറയുന്നു, തിരുവഴുത്ത് പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ അടക്കപ്പെട്ടു. ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണം പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് പിതാവിന്റെ തിരികിത പ്രകാരം പാപമില്ലാത്തതൊന്ന് യാഗമാകണമെന്നുള്ള പിതാവിന്റെ തിരികിത പ്രകാരമാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ആരെങ്കിലും കർമാചാരങ്ങളിലൂടെ രക്ഷയുണ്ടെന്ന് വിചാരിച്ച സ്നേഹിത, കർമാചാരങ്ങളിലൂടെ മാനവകുലത്തിന് രക്ഷയുണ്ടായിരുന്നെങ്കിൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ഇത്രയും ഭംഗപ്പാട് ഒരിക്കലും ഒരു പിതാവ് കണ്ടിരിക്കാൻ കഴിയാത്തവരെ പുത്രൻ അനുഭവിച്ചവരെ ഓർക്കുന്നു. ഒരു സാക്ഷരയില്ലാത്തത് കൊണ്ടാണ് പിതാവ് തന്റെ പുത്രനെ അയക്കാനിടയായത്. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, മരിച്ചു കഴിഞ്ഞ് കർമ്മം ചെയ്ത് ഈ ആത്മാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ തന്റെ പുത്രനെ അയക്കുമോ പിതാവ്? അല്ലേ? നമുക്കെല്ലാം കുഞ്ഞുങ്ങളുള്ളവരാ. 5 കിലോ എടുക്കാൻ കഴിയുന്ന കുഞ്ഞിന്റെ തോളിൽ നമ്മൾ 8 കിലോ കൊടുക്കുവോ? ദ്രോഹികളായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും കരുതൽ ചെയ്യുന്നെങ്കിൽ 4000 കൊല്ലം സൂക്ഷിച്ചിട്ട് തന്റെ പൊന്നോമന പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമാക്കുവാൻ പിതാവ് കണ്ടിരിക്കുമോ? കഴിയുമെങ്കിൽ ഈ പാനപത്രം നീങ്ങട്ടെന്ന് പറഞ്ഞപ്പോ പുത്ര മുഖം തിരിച്ചു തന്റെ ദൂരസഞ്ചയമെന്ന് പുത്രനെ ബലപ്പെടുത്താനിടയായി. അത്ര വലിയ രക്ഷയാണ്. അതുകൊണ്ട് പ്രാരേഖനം പറയുന്നു, ഇത്ര വലിയ രക്ഷ അവഗണിക്കല്ലേ, എന്റെ മക്കൾ പോകല്ലേ. ഭരണമെന്ന 3 ലക്ഷരോ നമ്മെ മാടി വിളിക്കുകയാണ്. പുറത്തേക്ക് വന്ന ശ്വാസം അകത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തിൽ അത് രക്ഷകനെ ഉള്ളത്തിൽ സ്വീകരിക്കണേ. നമ്മൾ മേടിക്കുന്ന ദൈവാച്ചിന് പോലും ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? കേടായ മറിച്ചരും. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്ത ഒറ്റക്കൂട്ടരേ ഉള്ള മനുഷ്യരാ.
ആമേ സ്തോത്രം. ആമേ ദൈവത്തിന്റെ കരുണ കൊണ്ട് നാം ഇതുവരെ ഇരിക്കുന്നത്. അവരെത്ര സ്തോത്രം പറഞ്ഞാലും അതിവരത്തില്ലെന്ന്. ആമേ അതുകൊണ്ട് സ്നേഹിത, ആമേ ചങ്കം നെറ്റിയോ ഉള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോ ഈ രക്ഷകനെ തള്ളിക്കളയല്ലേ. പാവപ്പെട്ട സുവിശേഷകർ വരുന്ന സുവിശേഷപ്പുറം മേടിച്ച് വലിച്ചെറിഞ്ഞ് കളയല്ലേ. ആമേ നിത്യ നരകോ തീ കഴുന്നില്ല, പുരുഷാകുന്നില്ല, അഗ്നിയിലേക്ക് അറിയപ്പെടാതിരിക്കുക. ആമേ പുത്രന്റെ വീണ്ടെടുപ്പില് ആമേ നിങ്ങൾ അവകാശികളായി തീരാനാണ് ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. പറയുന്നത് കേട്ടോ, വായിച്ചു. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിനും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തന്റെ ഐഹിക കാലത്ത് പറഞ്ഞു, ആമ തന്റെ ശുശ്രൂഷയിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമ പിതാവായ ദൈവം ആമ ഏതൻ തോട്ടത്തിൽ വന്നു. ആമ ആ നവ്വ ദമ്പതിമാരോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി വന്നു സർപ്പത്തിന്റെ തലയെ തകർത്തു വീണ്ടെടുക്കുമെന്നുള്ള പ്രവചനം നിവർത്തിക്ക് വേണ്ടി പിതാവിനെ തിരികുന്ന പ്രകാരം ഞാൻ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുവാൻ ആമ തയ്യാറായിരിക്കുന്നു യേശു കർത്താവ് പറയാനിടയായി. ആമ ഇരുട്ടുള്ളപ്പോൾ തന്നെ സഹോദരനായ യേശുവിന്റെ കല്ലറ സന്ദർശിച്ചപ്പോ ആ കല്ലറ തുറന്നു കിടക്കുന്നു. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുകയാണ്. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുകയാണ്. അവർ ദൂരൻ പറഞ്ഞു അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പത്മോസിന്റെ ഏകാന്തത്തിൽ തള്ളിക്കളഞ്ഞ യോഹന്നാൻ അവിടെ കിടക്കുമ്പോ യോഹന്നാൻ ആമേ പത്മോസിൽ കിടക്കുമ്പോ സ്വർഗം പറഞ്ഞ് ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. പത്രോസ് കോടതി പറയുന്നു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ആമേ തിരുവെഴുത്ത് പ്രകാരം കർത്താവായ യേശുക്രിസ്തു ആമേ യാഗമായി തീരുവാനിടയായി തീർന്നെന്ന് 500-ൽ പരം പേർക്ക് പ്രത്യക്ഷനായി. ആമേ യാക്കോബിനും വായിച്ച കുഞ്ഞാ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ചിലരോ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു കെട്ടുകഥയല്ല കേട്ടോ, ഇതൊരു കെട്ടുകഥയല്ല. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് പരമാർത്ഥമാണ്. അത് യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന് അവൻ പരിഹാര ബലിയായി തീരാനിടയായി. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? ആ ചിന്ത പറഞ്ഞ് വേഗത്തിൽ ഞാൻ വാക്കുകളെ വിരാമം കുറിക്കാം. സുവിശേഷം 3-ാം വാക്യം. എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ആർക്കേശുവിനെ സ്വീകരിക്കാൻ കഴിയുമോ അവരെ മക്കളാക്കി തീർത്ത് അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നത്. ഇത് താൽക്കാലിക ജീവൻ. ഇത് 70 കൊണ്ട് തീരോ, ഇത് 50 കൊണ്ട് തീരോ, ഇത് 40 കൊണ്ട് തീരോ, ഇത് 90 കൊണ്ട് തീരോ എന്ന് തീരാത്തൊരു നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ മാനവകുലത്തിൽ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദര നീ കർമ്മം ചെയ്യണ്ട. കർമ്മത്തിലൂടെ നിന്റെ ആത്മാവ് രക്ഷ ലഭിക്കത്തില്ല. നീ രക്ഷകനെ സ്വീകരിച്ച കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മുറവില്ലാത്ത കർത്താവിൽ വാഴുന്ന ഒരു സൂര്യന് നിന്റെ മുമ്പിൽ ഒരുക്കപ്പെടുകയാണ്. 5-ാമധ്യായത്തിന്റെ 39 മുതൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. വേഗത്തിൽ കവിവാചകങ്ങൾ വായിച്ചാൽ ചിന്ത അവസാനിപ്പിക്കും. 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. അവയിൽ എന്തുണ്ട്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന്. തിരുവെഴുത്തുകളെ നിങ്ങൾ ശോധന ചെയ്യണമെന്ന്. അതിൽ നിത്യജീവൻ
നിത്യജീവൻ ഉണ്ടെന്ന് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അതെനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ, ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ വരണം. നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾ ജീവൻ പ്രാപിക്കാൻ എവിടെ വരണം? എന്റെ അടുക്കൽ വരണം. സാധാരണ ജീവനല്ലെന്ന്, അത് മനുഷ്യൻ ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എന്റെ അടുക്കൽ വരുവാനിടയാകണം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ഒന്നാണ് നമുക്ക് ലഭിച്ചത് നിത്യ ജീവൻ. ഇത് താൽക്കാലിക ജീവൻ. ഇതെപ്പോ വേണമെന്നില്ല പോകാം. കർത്താവിന്റെ ജീവൻ എന്താണ്? നിത്യജീവൻ. കർത്താവ് പറയുകയാണ് അത് പ്രാപിക്കാൻ എന്തില്ല, മനസ്സില്ല. കണ്ടോ? അത് മനസ്സില്ല. രണ്ടാമത് നമുക്ക് നിത്യ സാന്നിധ്യം ലഭിച്ചെന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചേ. 28-18 മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിച്ചു. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. നിങ്ങൾ നമ്മോടുള്ളത് കേട്ടോ. ഇവിടെ എനിക്ക് ദൈവകുഞ്ഞുങ്ങളുള്ള ദൂത. ഞായറാഴ്ച വേദപുസ്തകം കൊണ്ട് ആരാധിച്ചിട്ട് വീട്ടിൽ കൊണ്ട് മണിക്കൂർത്തി അടുത്ത ഞായറാഴ്ച എടുത്തോണ്ട് വരാനല്ല സഹോദര, നിന്നെ പാപത്തിന് വെടിവെച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിന് കെട്ടുമതിക്ക് വേണ്ടി നീ പ്രയോജനപ്പെടുവോ? നീ സമർപ്പിക്കുന്നെങ്കിൽ നിന്നിലൂടെ കർത്താവ് അത്ഭുതം ചെയ്യാൻ ഇന്നും തയ്യാറാണെന്ന്. ഈ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ഏത് വിധത്തിലായാലും കൊള്ളാം. അവസരം ഇല്ലെങ്കിൽ അവസരം എന്ത് ചെയ്യണം? യേശുവിനെ പ്രസംഗിക്കുന്ന ഒത്തിരി സന്തോഷിക്കുന്നയാളാണ്. എനിക്ക് ഏലിയാവിനെ ഇഷ്ടമാണ്. സിംഹത്തിന് പോയി കിടന്ന ദാനിയേൽ എനിക്ക് ഇഷ്ടമാണ്. ചെങ്കടൽ വടികൊണ്ട് നീട്ടി പിളർത്തിയ മോശ എനിക്ക് ഇഷ്ടമാണ്. അവരെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രസംഗിക്കാൻ ആവേശമുള്ളത് യേശുവിനെയാണ്. അവരെ എനിക്ക് ഇഷ്ടമാണ്. ഏത് തെരുവിൽ അവസരം ലഭിച്ചാലും എന്റെ രക്ഷകനെ ഒന്ന് ഉയർത്തുവാൻ, എന്റെ വീണ്ടെടുപ്പുകാരനെ ഒന്ന് ഉയർത്തുവാൻ. അവരൊന്നും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത കർത്താവിന് നിത്യ സാന്നിധ്യം നമ്മുടെ കൂടെ നൽകിയ, നിത്യജീവൻ നൽകിയത് ഒരേ ഒരു വ്യക്തിത്വമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് വായിച്ചു? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയോ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതിയാണോ? സകല ജാതികളെയും ശിഷ്യരാക്കണോ? ആ ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുന്നു. നാം പുറപ്പെടാൻ തയ്യാറാകുമ്പോ കർത്താവ് നമ്മുടെ കൂടെ വരാനിടയാകോ? നാം കരന്നിട്ടാൻ തയ്യാറാകുമ്പോ കർത്താവിനെ കര ചേർന്ന് വരാനിടയാകോ? ആ വലിയ ദൗത്യം നമുക്ക് തന്നിരിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ഒന്ന് നമുക്ക് നിത്യജീവൻ ലഭിച്ച്, രണ്ട് നിത്യ സാന്നിധ്യം ലഭിച്ച്, നമ്മളെ അനാഥരായി വിടാതെ, നമ്മളെ ഉപേക്ഷിച്ച് കളയാതെ നമ്മെ കരുതുന്ന നമ്മുടെ കൂടെ എഴുന്നള്ളി വരുന്ന നല്ല സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ തങ്ങളുടെ കരകൾ ചേർത്തൊഴിച്ച് എന്റെ പരമാവസ്ഥം കൊടുത്തോട്ടെ. നമ്മുടെ അവനെ ഉയർത്തുന്നത് ഉയർച്ചപ്പെട്ട് എങ്ങനെയൊക്കെ ആകർഷിക്കാനിടയാകും. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു, രണ്ട് നിത്യ സാന്നിധ്യം ലഭിച്ച്, മൂന്ന് നിത്യ സമാധാനം. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ 27-ാം വാക്യം വേഗത്തിൽ വായിച്ചോട്ടെ. ഒരുപാട് വാക്യങ്ങൾ വായിക്കണമെന്നുണ്ട്, സമയമില്ല.
വേഗത്തിൽ കമ്പി വാദിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമ്മുടെ ചുറ്റുപാട് എത്ര പേർ ആത്മഹത്യ ചെയ്തു. എന്റെ നാട് ആലപ്പുഴയും കൊല്ലപ്പുഴയാണ്. ആയിരക്കണക്കിന് വെടിയേറ്റ ഭൂമിയാണ്. എന്റെ പ്രായക്കാര് ഒട്ടനവധി പേര് ട്രെയിനിൽ തലവെക്കാനിടയായി. അവർ ഒരു മുഴ കയൽ തൂങ്ങിയാടാനിടയായി. ആമേന്ന പ്രതിസന്ധികൾ കടൽച്ചില പോലെ എന്റെ ജീവിതത്തിൽ വന്നപ്പോ ഒരപ്പം ചേർത്ത് പിടിക്കുന്നത് പോലെ സ്വർഗവനെ ചേർത്ത് പിടിച്ചത് കൊണ്ട് ഈ വൈദ്യവേളയിൽ ഈ വീട്ടുമുറ്റത്തുള്ള കർത്താവിനെ ഉയർത്തുന്നത്. അവന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനിടയായി. എന്റെ സഹോദരൻ മരണപ്പെടാനിടയായി. ഒട്ടനവധി പ്രതിസന്ധികളെ പോയപ്പോ ലോകം തരാത്ത സമാധാനം അവൻ ക്രിസ്തു നൽകാനിടയായി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിച്ചത് നിത്യജീവൻ, 2 നിത്യ സ്തോത്രം സാന്നിധ്യം, 3 നിത്യസമാധാനം. വായിച്ചോ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ലോകം തരുന്നത് പോലെ അല്ലെന്ന് കർത്താവ് യേശു ക്രിസ്തു തരുന്ന സമാധാനം. ലോകക്കാർക്ക് സമാധാനമുണ്ട്, പക്ഷെ പ്രതിസന്ധിയായിട്ട് ഏറ്റുമുട്ടും എന്തില്ല, ആ സമാധാനം നഷ്ടപ്പെട്ടു പോകും. എന്നാലൊരു ദൈവ പൈതലിന് ആ സമാധാനം നഷ്ടപ്പെട്ടു പോകത്തില്ല. അങ്ങനെ നഷ്ടപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ നീ കസേരയിരിക്കത്തില്ലായിരുന്നു. എത്ര പ്രതിസന്ധികൾ കടന്നു വരുവാനിടയായി. കഴിഞ്ഞ ആഴ്ച നമ്മളെ പ്രിയപ്പെട്ട കഥാനദാസന്റെ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം കേൾക്കാനിടയായി. ക്യാൻസർ എന്ന് പറഞ്ഞ് മരണപ്പെടുമെന്ന് പറഞ്ഞ് കൈവിട്ട സ്ഥാനത്ത് സ്വർഗം തന്നെ ആണിപ്പുകളെ കരസ്പർശിച്ചപ്പോ ആരോഗ്യത്തോടെ ഇന്ന് കർത്താവിന്റെ മേലൊക്കെ ചുമരുന്നപ്പോ ആ മകളെ ഉപയോഗിക്കാനിടയായി. നമ്മുടെ ഓരോരുത്തർ അനുഭവങ്ങളിലോ പ്രതിസന്ധികൾ എത്ര വന്നോ, പ്രതികൂലങ്ങൾ എത്ര വന്നോ, പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ഇതോടെ തീർന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക. ഈ നാട് കുടിച്ചു തകർത്ത ആണ് യോസപ്പച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ അല്ലേ അസ്ഥി മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്നതായിരുന്നു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ കർത്താവിന്റെ കരവും തൊട്ട് കഴിഞ്ഞപ്പോ ആ വാർത്തക്കൊക്കെ മാറി ഇന്നും ബാങ്കിൽ ജോലി ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞാൽ എത്ര അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ കഴിയോ. അവൻ തന്ന സമാധാനമല്ലേ, അവൻ തന്ന സമാധാനമല്ലേ, സമാധാനമല്ലേ അവൻ ക്രിസ്തു തരുന്നത്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനിടയാകും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിച്ചത് നിത്യജീവൻ, നിത്യസാന്നിധ്യം, നിത്യസമാധാനം. 4-ാമത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ഉപവാക്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, കൃത്യത്തിലുണ്ട്. എല്ലാം പറഞ്ഞാൽ നിങ്ങൾ പോലെ എനിക്ക് ഇനി ഒന്ന് 1.5 മണിക്കൂറുകൊണ്ടാണ് ഞാൻ പരവൂരിൽ നിന്ന് ഇവിടെ എത്തിയത്. ഉച്ചക്ക് ചാപ്പാട് കഴിച്ച് ഞാനും എന്റെ ഭാര്യ കൂടെ ഇറങ്ങിയതാണ്. ആ കുട്ടി വന്ന് കടന്നു കിട്ടാനായിട്ടുണ്ട് 1.25 മണിക്കൂർ എടുത്ത്. ഈ ഒറ്റക്കാരനെ പിന്നെ വേമ്പനം അവളുടെ ഉള്ളത് കൊണ്ട് വായിച്ചു വിട്ട് പോരാനും പറ്റത്തില്ലല്ലോ. അപ്പൊ തിരിച്ച് ഞങ്ങൾ പോകണം. രാവിലെ വെളുപ്പിലേക്ക് എന്റെ മോനെ കൊണ്ട് ആലപ്പുഴയ്ക്ക് പോവുകയും ചെയ്യണം. അപ്പോ നിത്യജീവൻ, നിത്യസാന്നിധ്യം, നിത്യസമാധാനം, 5 നിത്യഭവനം. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ 1 കൊച്ചിലെ വാക്യം വായിച്ച് നമുക്ക് ചിന്ത അവസാനിപ്പിക്കും. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ എത്ര നേരം ഉടുപ്പിടിച്ച് നിർത്തിയാലും അഴിഞ്ഞു പോകുമെന്ന്. പിന്നെ നമ്മളൊക്കെ ഒരു പരുവത്തിന് വൃത്തികേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തിരിക്കാൻ ഒരു ഗ്ലാസ്സും ഒക്കെ ഫിറ്റ് ചെയ്ത് ചില കറുപ്പൊക്കെ അടിച്ചെന്ത് ചെയ്യണം, ഒരു പരുവത്തിന് നിർത്തിക്കൊണ്ട് പോവുക. ഇത് കൂടാരമാണെന്ന്, ഇത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സഭാപ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. അരയ്ക്കുന്ന ഒരു ചുരുക്കമാവും അല്ലേ. അടുത്തടുത്ത് 3 ഉള്ളു. ആ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഭാഷമായി പറ്റില്ലെന്ന് പറഞ്ഞു. വെപ്പോല് വെച്ചാൽ ചിലപ്പോ കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദുഃഖഭവനമായ ആശാരി തോന്നു പിടിക്കാത്തത് ഒരു നിത്യ ഭവനമേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് പ്രിയ
വീട്ടിൽ വസിക്കുമെന്ന് അതിന്റെ ഒരുക്കം ഇപ്പോഴും ഭൂമി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേ ആമേ കടലിലെ തമ്മിൽ അതിവിട്ടെങ്കിലോ അതിൽ പേടിക്കുമെന്ന് പറയുന്നത് ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. ജപ്പാൻകാരികൾ എന്നിട്ട് ഉറക്കമില്ല. വലിയ ഭൂകമ്പം ഉണ്ടാകാൻ 10 ലക്ഷം പേര് ഭൂമിയിൽ നിന്ന് മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് ഇപ്പോഴേ ആൾക്കാർ വീടൊഴിഞ്ഞു പോവുക. 3-4 ലക്ഷം രൂപ വിലയുണ്ടെന്ന സ്ഥലം ഒന്നും തരേണ്ട, നിങ്ങൾ എടുത്തോളാനാ പറയുന്നു. വലിയ മണിമന്ദിരം പോലെ പണിത വീടുകൾ ഒരു അഡ്വാൻസും വേണ്ട, നിങ്ങൾ ഇവിടെ താമസിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുത്തത് ഒന്നും ഗ്യാരണ്ടി ഇല്ല മക്കളെ. ഗ്യാരണ്ടി ഉള്ളതൊന്നും അത്രേ ഉള്ളെന്ന് ജപ്പാൻ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. 10 ലക്ഷം പേര് മരിക്കുമെന്ന് കേട്ടപാടി ജന ഉറക്കമില്ലാതെയായി കടലിന്റെ അടുത്തട്ട് ഒരു ഭൂകമ്പം ഉണ്ടായാൽ കടത്തിന് ഉയരുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ലെന്ന്. കണ്ണുനില്ലാത്ത മുഖമില്ലാത്ത നിറവില്ലാത്ത ഒരു വീട് തന്ന മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ യാത്രയാണ് ഞാനും നിങ്ങൾ കൈപ്പണിയല്ലാത്തത് കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായി ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. ഇത് മണ്ണിൽ ദ്രവിച്ചു പോകണമെന്ന് മണ്ണ് കുഴച്ച് മനുഷ്യന്റെ മൂക്കിൽ ശ്വാസമൂതി അവനെ ജീവനോദേകിയാക്കിയെങ്കിൽ അവൻ ഈ മണ്ണിൽ തന്നെ ചേരണമെന്ന്. എന്നാൽ ഒരു ശരീരം അവന് വേണ്ടി അവൻ തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. ക്ഷയമില്ലാത്ത വാട്ടമില്ലാത്ത ഒരു പുത്തൻ ശരീരം സ്വർഗത്തിൽ വസിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവോ അവനെ കാണണം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെട്ട് ശരീരം പ്രാപിച്ച് ഇവിടെ നെരുക്കപ്പെടാനിടയാകും. നിത്യഭവനം ലഭിച്ചു. വായിച്ചു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ട് ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഇന്നലെ മുതുകു വേദന, ഇന്നിപ്പോ നട്ടല് വേദന, നാളെ കഴിയുമ്പോ കാലമുട്ട് വേദന, ഇങ്ങനെ ഞരങ്ങിക്കൊണ്ട് ചൂടടിക്കുമ്പോ കണ്ണിന് വേദന അല്ലേ, കണ്ണ് തിരുമ്പി റെഡിയായിക്കൊണ്ട് വരുമ്പോ അല്ലേ ചെവി വേദന, ഞരങ്ങിക്കൊണ്ട് അല്ലേ ഞരങ്ങിക്കൊണ്ട് വായിച്ചു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കും എങ്കിൽ സ്വർഗീയമായത് ഞങ്ങളുടെ പാർപ്പിടങ്ങളുടെ പ്രത്യാശയാണെന്ന് ഇവിടെ ഇരിക്കുന്ന യുവങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ മുഖത്ത് കാണുമ്പോ തേജസ് കാണുമ്പോ അനേകം നിങ്ങൾക്ക് എന്താ ഇത്ര സന്തോഷമെന്ന് നമ്മുടെ സഹോദരിമാർക്ക് കഴുത്തിലും കാലിലും ഇല്ലെങ്കിലും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തേജസ് കാണുന്നറിയാമോ? സ്വർഗീയമായത് ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. നൂറ്റാണ്ടുകളോളം ജീവിക്കുന്ന കരിവേലകളല്ല ഞാൻ എന്തെങ്കിലോ ഒരു താൽക്കാലിക ജീവിതമാണ്. ഇത് വേഗം തീരുമെന്നോ ഒരു ഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുമെന്നോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിച്ചത് അവൻ നിത്യ ജീവനാണ്, അവൻ നിത്യ സാന്നിധ്യമാണ്, നിത്യ സമാധാനമാണ്, അവൻ നിത്യ ഭവനമാണ്. അവൻ കണ്ണുകളില്ലാത്ത മുറവിളിയില്ലാത്ത മുഖമില്ലാത്ത ഒരു ഭവനം കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു. അത് കുറ്റം കഴിയുന്നു. അവൻ പിതാവ് നിന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ പറഞ്ഞ് ദൂരന്മാർ കാണാമുതുമ്പോൾ നമ്മൾ വിടുന്നു. അവൻ വഹിച്ചവര് ആദ്യപോലെ പുറകെ നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. ആ പ്രത്യാശമുള്ള കുഞ്ഞുങ്ങൾ കർത്താവ് ശബ്ദം